welcome again. So, me back to my COVID days. Locked up ആണ് റൂമിൽ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നത് കാരണം ഐ എം നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ് ഫോർ ദിസ് 10 days ക്വാറൻറ്റീൻ. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് സാധനങ്ങളൊക്കെ അത്രയും കുറച്ച് മാത്രം ഷോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. സോ ദ ചാലഞ്ചസ് സാധനങ്ങൾ കിട്ടായികയില്ല. ഓൺലൈനിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കം. സോ രാവിലെ ഞാൻ തപ്പിയപ്പം എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇത് വെജ് ഫ്രഞ്ച് ടോസ്റ്റ് മിക്സ് ആണ്. സോ ദിസ് ഈസ് ലൈക്ക് കൊളസ്ട്രോൾ ഫ്രീ, പ്ലാന്റ് ബേസ്ഡ് ആണ്, GMO ഫ്രീ ആണ്, കോഷർ ആണ്, ഗ്ലൂട്ടൻ ഫ്രീയും ആണ്. എനിക്ക് എഗ്ഗ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം അത് കഴിച്ചാൽ വീണ്ടും പ്രോബ്ലം ഉണ്ടാക്കും. ആൻഡ് ഓൾസോ പാല് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് കുടിക്കായൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇന്നെൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര ബെറ്ററാണ്. കഴിഞ്ഞ കോവിഡിന് അത്രയും ബുദ്ധിമുട്ടില്ല എനിക്ക് ആക്ച്വലി ഈ ഒരു കോവിഡിന്. സോ താങ്ക്സ് ടു ദാറ്റ്. അപ്പോൾ ഞാൻ പതുക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബാറ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക്. ഓക്കെ, കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം, കുറച്ച് ഹോട്ട് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പൗഡർ, ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ പൗഡർ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വനില ഫ്ലേവർ ആഡ് ചെയ്യാം, സിനമൺ പൗഡർ ആഡ് ചെയ്യാം. ഇറ്റ് വിൽ ഗിവ് മോർ ഫ്ലേവർ ടു യുവർ ഫ്രഞ്ച് ടോസ്റ്റ്. ആൻഡ് ദെൻ സാധാരണ മിൽക്ക് ബ്രെഡാണ്. ഓക്കെ, ഫാൻസി സ്പെഷ്യൽ ബ്രെഡ്സ് ഒന്നുമല്ല, റെഗുലർ നോർമൽ ഫൈൻ മിൽക്ക് ബ്രെഡ്. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു ടിപ്പ് ഇൻ. തിരിച്ചും മറിച്ചും രണ്ട് വട്ടം. സോ ഇത് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്യുക. ഇതിനകത്ത് ചെറിയ ചെറിയ ലംസ് ഉണ്ടാവും, കടലമാവിൻ്റെ പൊടി പോലെയാണ് കാണുന്നത്. ഐ ആക്ച്വലി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, പക്ഷേ ഇറ്റ്സ് ഹാർംലെസ്. സോ നമുക്ക് ചെറിയ ലംസ് ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു പീപ്പിൾ ടു സീ ദിസ്. ഇങ്ങനെ കട്ടയായിട്ട് മഞ്ഞൾപ്പൊടി പോലെ, പക്ഷെ അത് ഇറ്റ്സ് പ്രിറ്റി നൈസ് ഫ്ലേവറാണ് കേട്ടോ. ഒരു സൂത്രം കൂടെ കാണിച്ചു തരാം. ഐ എം ആഡിങ് സം ബട്ടർ ടു ദ പാൻ. ഇവിടെ പാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് റെഡി ടു സീ ദാറ്റ്. എപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ സാധനം ഹാൻഡിൽ ഫ്രണ്ടിലേക്ക് വെക്കാനും സൈഡിലേക്ക് വെക്കാം, തട്ടി വീഴാനും മേത്തോട്ട് സാധനങ്ങൾ തെറിക്കാനും വളരെ ചാൻസസ് ഉള്ള ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് ഡിപ്പ് ചെയ്ത ബ്രെഡ്, മുട്ടയില്ല, പാലില്ല, ഒന്നുമില്ല, പക്ഷെ അത് പുട്ടിങ് ഇതിൽ പാൻ. കുറച്ചൊരു നമുക്കൊരു സുഖം ഉള്ളൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ജാഗ്രി, ബ്രൗൺ ഷുഗർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നിങ്ങൾക്കൊക്കെ. ബിക്കോസ് എൻ്റെ സിനമൺ പൗഡർ തീർന്നുപോയി. ആൻഡ് കാർഡമം ഉണ്ട്, പക്ഷേ ഐ എം നോട്ട് ഇൻ മൂഡ് ഫോർ കാർഡമം ടുഡേ. കുറച്ച് ഇത് ആഡ് ചെയ്തു. തീ കുറച്ച് വയ്ക്കാം, എനിക്കെല്ലാം പെട്ടെന്ന് റെഡി ആവണം, ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും തീ ഇങ്ങനെ പൊക്കിയിട്ടിട്ട് ഞാൻ കുക്കർ വരെ ബേൺ ചെയ്തിട്ടുണ്ട് അടി. സോ കുക്കറൊക്കെ എങ്ങനെ ബേൺ ചെയ്യണം, എങ്ങനെ കരിക്കണം എന്ന് ചോദിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ സ്പെഷ്യലൈസ്ഡ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് പ്രാന്താണെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പം എൻ്റെ അവസരം, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. സോ യാ, ഐ ഹാവ് ടു സെൽഫ് എൻ്റർടൈൻ മൈ സെൽഫ്. സോ ഇവിടെ ഈ സാധനം റെഡി ആവുന്നുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. ഓക്കെ, ഇത് ഞാൻ ഷുഗർ ഇട്ടതിൻ്റെയാ. ഇങ്ങനെ നല്ല രസമുള്ളൊരു ടെക്സ്ചറിലേക്ക് ഇത് വരും. ആൻഡ് ഓൾസോ പെട്ടെന്ന് ഇത് അടി പിടിക്കും. ഞാൻ കാണിച്ചേ. സോ നൈസ്. കണ്ടോ ഒത്തിരി ഫ്ലഫി ആയിട്ടുണ്ടെന്ന്. ഇറ്റ്സ് സോ ഗുഡ്, ലൈക്ക് ഇറ്റ്സ് സോ ലൈക്ക് സോഫ്റ്റ്. എനിക്കിങ്ങനെ ഭക്ഷണം നല്ല ഭംഗിയായിട്ട് വരണ കാണാൻ ഭയങ്കര ഇഷ്ടം.
കുറേ ഇഷ്ടം. കഴിക്കാനും ഇഷ്ടം, ഉണ്ടാക്കാനും ഇഷ്ടം, കാണാനും ഇഷ്ടം. നൈസ്ലി മണം കിട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഇറ്റ്സ് റെഡി. ഉള്ളിൽ ഒന്ന് വേവായിട്ട് ഫ്ലിപ്സ്. സൈഡിൽ കുറച്ച് പാർട്ടിക്കിൾസ് കരിയുന്നതുണ്ട്, അത് നമുക്ക് തട്ടിക്കളയാം, അല്ലെങ്കിൽ ദാറ്റ്സ് ഗോണ എഫക്റ്റ്. പതുക്കെ നമ്മളത് പാനിലേക്ക് മാറ്റുന്നു. നമ്മൾ വീണ്ടും വളരെ വളരെ ജനറസ് ആയിട്ട് കുറച്ച് ബട്ടർ ഇടുന്നു. ഗീ ഒക്കെ ഗുഡ് ഫാറ്റ് ആണ് കേട്ടോ. പിന്നെ കോക്കനട്ട് ഓയിൽ ഈസ് ഓൾസോ ഗുഡ് ഫാറ്റ്. സോ ബി ഗുഡ് ടു യുവർ സെൽഫ്. യു നീഡ് സർട്ടൻ എമൗണ്ട് ഓഫ് ഓൾ things into your body. ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടൊന്നും ഇരിക്കരുത്. ഓക്കെ, എല്ലാവരും ഡയറ്റൊക്കെ ചെയ്തോളൂ, പക്ഷേ യു നീഡ് ഓൾ സോഴ്സ് ഓഫ് എല്ലാ കാര്യങ്ങളും ഇൻ യുവർ ബോഡി. ഇതിനകത്ത് ഭയങ്കര എഗ്ഗിൻ്റെ മണമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പാത്രം ആദ്യം ചൂടാതെ പെട്ടെന്ന് കുറച്ചൊന്ന് കിഞ്ഞി. ഇതിനകത്ത് ഞാൻ മറ്റേ സോൾട്ടും ഷുഗറും കൊണ്ടിട്ടില്ല. സോ ഞാൻ എൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാണ്. ആൻഡ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ പാനിലേക്ക് തട്ടിയിട്ട് ഒരു 2 ജമ്പ് ആ ഒരു സാധനം ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്ന സമയത്താണ് അത് വരിക. ദാറ്റ് മീൻസ് ഇറ്റ്സ് ടെക്സ്ചർ ഇസ് ലൈക്ക് ജസ്റ്റ് റൈറ്റ്. എൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ഷെഫ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. സോ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഐ ലവ് ഡൂയിങ് ദാറ്റ് എനിവേയ്സ്. ആൻഡ് ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് വിൽ ഗോ അമേസിംഗ്ലി വെൽ വിത്ത് എ beautiful French vanilla latte and some French vanilla ice cream. And പനിയുള്ളതുകൊണ്ടും ഇവിടെയുള്ള സ്റ്റോക്കിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ടും എനിക്കിപ്പോൾ അതൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ചുമ്മാ വലിച്ചു വാരിയിട്ടിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു ഫീല് കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഐ ക്ലീൻ ദ പ്ലേസ് ഫസ്റ്റ്, എന്നിട്ട് അത് നന്നായിട്ട് പ്ലേറ്റ് ചെയ്തിട്ട് ഐ ടേക്ക് മൈ ടൈം ടു എൻജോയ് ദ ഫുഡ് what I eat. അപ്പം നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുക്ക് റെസ്പോൺസിബിളി എല്ലാവരും ട്രൈ ചെയ്യുക, അറിയിക്കുക. ലോട്ട്സ് ഓഫ് ലവ്. അഡിയോസ്.